Yo guys, UFC 300 just got over, and what an event, man. What a fucking event. It did exactly what we thought it would be. It lived up to the hype, it lived up to the expectations. A 10 out of 10 card for sure. Witnessing something like that, for me as a fight fan, was something really special. A historic event. Emotions, hype, adrenaline rush. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഒരു ഹൈപ്പ് ഫീൽ ചെയ്തേക്കട്ടെ ഒരു യു എഫ് സി ഇവൻറ്റിൻ്റെ. ഞാനാണേ കുറേ യു എഫ് സി ഇവൻറ്റിലായി കണ്ടേക്കണ ഒരാളായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്ര ഒരു പീക്ക് ലെവൽ ഹൈപ്പ് ഒരു ഇവൻറ്റുകളിലിട്ട് കിട്ടിയേക്കണേ. എസ്പെഷ്യലി ഫോർ ദാറ്റ് മാക്സ് ഹോളോവേ ജസ്റ്റിൻ ഗേജ് ഫൈറ്റ്. ആറേ വാ. പക്ഷെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു റീക്യാപ്പ് പോലെ പറയുകയാണെങ്കിൽ പ്രീലിംസ് ഫൈറ്റ് നോക്കുകയാണെങ്കിൽ, പ്രീലിംസ് സ്റ്റാർട്ട് ചെയ്ത ഫൈറ്റ് ഡിയേഗോ ലോപ്പസ് വേഴ്സസ് സുഡീക് യൂസഫ് ആയിരുന്നു. മോനെ, ഡിയേഗോ ലോപ്പസ് യു എഫ് സിയിൽ വന്നു കഴിഞ്ഞിട്ട് ആളുടെ ട്രജക്ടറി ഒരു രക്ഷയില്ല. ഏറ്റവും ആദ്യം തന്നെ 1 വീക്കിലെങ്ങാണ്ട് 1 വീക്കാണോ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് മോട്സാർ റിവുലോയെ. ദി സ്കേരിയസ്റ്റ് ഗൈ ഇൻ ദ ഡിവിഷൻ, സം സേ ദ ബുഗിമാൻ, took him to the distance. Like, I believe Moza Ravaloy was some minus 700 favorite or something. Paksha gave the fight to him, brought the fight to him, and made it a close decision. And even some people thought Diego Lopez won that fight. അങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് ആൾ കുറച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലോ റാങ്ക് ഫൈറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത്, എന്നിട്ട് ഇപ്പോൾ സുഡീക് യൂസഫ് റാങ്ക് 13 ഫെദർ വെയ്റ്റിനെ ഫൈറ്റ് ചെയ്ത്. സുഡീക് യൂസഫ് ഇസ് എ ഗുഡ് സ്ട്രൈക്കർ ഹിംസെൽഫ്. ആളെ ഫസ്റ്റ് റൗണ്ടിൽ നോക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ. മാൻ, ഡിയേഗോ ലോപ്പസ് ഇസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ് ഓഫ് ഹിം. പിന്നെ അത് കഴിഞ്ഞ് നോക്കണ ഫൈറ്റ് ആണെങ്കിൽ ഹോളി ഹോം വേഴ്സസ് കൈല ഹാരിസൺ. ടു ബി ഓണസ്റ്റ്, ഐ ടുക്ക് എ ബാത്റൂം ബ്രേക്ക് ഫോർ ദിസ് ഫൈറ്റ്, ബട്ട് ഐ ഡിഡ് സീ ദ ഫിനിഷ്. കൈല ഹാരിസൻ്റെ ഹൈപ്പ്, യു എഫ് സിയിലേക്ക് കയറണേക്കുള്ള ഒരു ഹൈപ്പ് കാരണം കൊണ്ട് ആൾക്ക് വേണേ ടൈറ്റിൽ ഷോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്തത്. ഷീ കുഡ് ജമ്പ് ഓർ ജൂലിയാന പെന, മേ ബി, ഇഫ് ജൂലിയാന പെന ഇസ് ഇൻജേർഡ് ഓർ സംതിങ്. ആൻഡ് അഗെയിൻസ്റ്റ് റാക്കൽ പെന്നിങ്ടൺ ഐ തിങ്ക് കൈല ഹാരിസൺ വുഡ് ഹാവ് എൻ എഡ്ജ്, ബട്ട് ഹൂ നോസ്. എനിവേസ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫൈറ്റ് കാൽവിൻ കേറ്റർ വേഴ്സസ് ആൽജമൈൻ സ്റ്റെർലിംഗ്. ഈ ഫൈറ്റ് മാത്രമായിരുന്നു ഒരു ലാക്ക് ലസ്റ്റർ പെർഫോമൻസ് ആയിട്ട് ഈ ഫൈറ്റ് കാർഡിൽ പറയാനുണ്ടായുള്ളൂ. ബട്ട് സ്റ്റിൽ വി കാൻ കംപ്ലെയിൻ ആൽജോ. He did what he had to do. He stuck by his game plan. He took Calvin Kattar down, and Calvin Kattar could not get any offense in. And speaking of Calvin Kattar, ആളുടെ ഇനാക്ടിവിറ്റി ആളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം this is not the Calvin Kattar that we are used to seeing. ആള് he seemed lost in there. ആൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആൾക്കൊന്നും എന്ന് പറഞ്ഞാൽ ലിറ്ററലി he was surprised by Aljo's strength and grappling. And after Aljamain Sterling ആദ്യത്തെ 2-3 ടേക്ക് ഡൗൺ കിട്ടാൻ കുറച്ച് പാടുപെട്ടെങ്കിലും ആഫ്റ്റർ ദാറ്റ് 1 or 2 ടേക്ക് ഡൗൺസ് ഹി ഗോട്ട് ദ ഫീൽ ഓഫ് ഇറ്റ്, ആൻഡ് ഹി ടുക്ക് ഡൗൺ കാൽവിൻ കേറ്റർ പ്രിറ്റി ഈസിലി. ആൻഡ് ദാറ്റ് വാസ് ദ ഓൺലി ലാക്ക്ലസ്റ്റർ പെർഫോമൻസ് ഇൻ ദ ഹോൾ എൻ്റയർ കാർഡ്, ഇഫ് ഐ ആം ബീയിങ് ഓണസ്റ്റ്. അത് കഴിഞ്ഞ് വരണതാണ് ഹെഡ്ലൈൻ ചെയ്തത്. പ്രീലിംസ് ഹെഡ്ലൈൻ ചെയ്ത ഫൈറ്റ് ഇരി പ്രൊഹാസ്ക വേഴ്സസ് അലക്സാണ്ടർ റാക്കിച്ച്. മാൻ, ഇരി പ്രൊഹാസ്കയുടെ ആ ഒരു വൈബ് ഇത് വാക്കൗട്ടിൻ്റെ സമയത്തും ഫേസ് ഓഫിൻ്റെ സമയത്തുമാണ് ഇരിക്കട്ടെ, ആൾ ഇങ്ങനെ നിന്ന ആ ഒരു വൈബ്, ആ എനർജി ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഹി വാസ് സോ ഹെൽ ബെൻറ്റ് ഓൺ നോക്കിംഗ് ഔട്ട് അലക്സാണ്ടർ റാക്കിച്ച്. ഹി ഡിഡ് നോട്ട് മൈൻഡ് ടേക്കിംഗ് ഫ്യൂ ഷോട്ട്സ്, നോട്ട് ഫ്യൂ, മെനി ഷോട്ട്സ്. എന്തോരം പഞ്ചസാണ് അലക്സാണ്ടർ റാക്കിച്ച് ക്ലീനായിട്ട് ഇരി പ്രൊഹാസ്ക ഇടിച്ചതെന്ന് അറിയും in the first round. But second round പിന്നെയും യൂരി പ്രൊഹാസ്ക used his head movement and stuff. But in the first round, Alexander Rakic is technically better. If it was a head guard fight, a fight with headgear and stuff, Alexander Rakic will win. If it is a skill on skill fight, Alexander Rakic will win. But that's the beauty of MMA. Doesn't matter if you are more skilled, you should also be tough. I'm not saying Alexander Rakic is not tough, but Yuri Prohaska hits like a truck, man. അങ്ങേര് ഒരു സീം മനുഷ്യനാണ്. അങ്ങേര് എത്ര ഷോട്ട് എടുത്തു, എന്നിട്ട് ഏറ്റവും അവസാനം he was so hell-bent on finding Alexander Rakic's chin, and he did find it and TKO'd Alexander Rakic. പ്രീലിംസ് ഫൈറ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പ്രീലിംസ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ വേണേ അതൊരു പേപ്പർ വ്യൂ ഹെഡ്ലൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫൈറ്റായിരുന്നു. അത്ര ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ
കുറേ ബ്രൈറ്റ് ഫ്യൂച്ചർ ഹെഡായിട്ടുള്ള ആൾക്കാർക്ക് പറയുകയാണെങ്കിൽ ഇരി പ്രൊഹാസ്ക. Like, considering he just lost to Alex Pereira, he won't be getting his title shot as soon, but he still has a really good chance of getting the title shot. Aljamain Sterling ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഷോട്ട് കിട്ടുന്നതിൽ പോയിന്റ് ഇല്ല, because there are a lot of good contenders in featherweight. He should fight some high level guys once more and should prove that he is still a contender. Calvin Keatonne ഒന്നും ചെയ്യാൻ പറ്റില്ല. If I'm being honest, he should fight Brian Ortega. Both have kind of similar style, grappling, heavy base. അപ്പോൾ ആൽജമൈൻ സ്റ്റെർലിംഗ് ഒരു ഫൈറ്റും കൂടി ഒരു ഹൈ ലെവൽ ഗൈഡൊപ്പം ജയിക്കാൻ പറ്റിയ ഒരു ടൈറ്റിൽ ഷോട്ട് സെക്യൂർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നിട്ട് കൈല ഹാരിസൺ ഞാൻ പറഞ്ഞല്ലോ, കൺസിഡറിങ് ദ ഹൈപ്പ് ദാറ്റ് ഷീ ഗോട്ട് അറൗണ്ട് ഹെർ in joining the UFC, she might even jump the line for the title shot against Raquel Pennington. അത് കഴിഞ്ഞ് Sodiq Yusuff and Diego Lopez, the sky's the limit for this guy. ആൾക്ക് എന്താണ് ചെയ്യോ, എല്ലാ ഫൈറ്റും എന്ത് എക്സൈറ്റിംഗ് ആണെന്നറിയോ. ഒരു രക്ഷയില്ല. ഡിയേഗോ ലോപ്പസിൻ്റെ ഹ്യൂജ് ഫാനാണ് ഈ പെർഫോമൻസ് കഴിഞ്ഞ പിന്നെ. ലൈക്ക് ഈവൻ ആഫ്റ്റർ ദ ഫസ്റ്റ് പെർഫോമൻസ് ഇൻ ഹിസ് UFC ഡെബ്യൂ അഗൈൻസ്റ്റ് മോർട്സർ റിവലോയെ, അത് കഴിഞ്ഞ് പിന്നെ ആൾ 2 ഫൈറ്റ് അങ്ങോട്ട് എടുത്ത് 2നെയും തീർത്ത്. എന്നിട്ട് ഇപ്പോൾ സൊഡീഖ് യൂസഫിൻ്റെ എതിരെ ഫസ്റ്റ് റൗണ്ട് നോക്കൗട്ട്. വാവ്. ഇത്രയാണ് പ്രീലിംസിൻ്റെ റീക്യാപ്പായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് മെയിൻ കാർഡിൻ്റെ റീക്യാപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പീസ്.